സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു സംഭവമാണ് ഞാനിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. 2026 ഏപ്രിൽ 1 ആരും അധികം ശ്രദ്ധിക്കാത്ത, നമ്മുടെ ന്യൂസ് ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത, എന്നാൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഫോണുകളിൽ നിന്നും 5G നെറ്റ്വർക്കുകളിൽ നിന്നും എന്തിനേറെ CCTVകളിൽ നിന്ന് പോലും ചൈനീസ് സാന്നിധ്യം ഒഴിവാക്കിയ ഇന്ത്യ ഇപ്പോൾ ബഹിരാകാശത്തും വലിയൊരു ശുദ്ധീകരണം നടത്തിയിരിക്കുകയാണ്. അതായത്, ഇന്ത്യയുടെ ആകാശത്ത് ഇനി ചൈനീസ് നിയന്ത്രണത്തിലുള്ളതോ ചൈനയുമായി ബന്ധമുള്ളതോ ആയ സാറ്റലൈറ്റുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ നിയന്ത്രണ ഏജൻസിയായ ഇൻസ്പേസ് രാജ്യത്തെ പ്രക്ഷേപണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ബന്ധമുള്ള എല്ലാ സാറ്റലൈറ്റ് സേവനദാതാക്കൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ചൈന സാറ്റ്, ആപ്സ്റ്റാർ, ഏഷ്യാസാറ്റ് എന്നീ കമ്പനികളെയാണ് ഈ നീക്കം ലക്ഷ്യം വയ്ക്കുന്നത്. ബഹിരാകാശ മേഖലയുടെ തന്ത്രപ്രധാനമായ സംവേദനക്ഷമതയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമാണ് ഈ ചരിത്രപരമായ തീരുമാനത്തിന് കാരണമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം ടെലിവിഷൻ ചാനലുകളും പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത് ഈ വിദേശ സാറ്റലൈറ്റുകൾ വഴിയായിരുന്നു. ഇതിൽ ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള ഏഷ്യാസാറ്റിന് ഇന്ത്യയിൽ വളരെ വലിയ സ്വാധീനം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ യുഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരമാധികാരം ഉറപ്പാക്കാനുള്ള അതിശക്തമായ ഒരു നയതന്ത്ര നീക്കമാണ്. ഈ വിലക്ക് വന്നതോടെ ഇന്ത്യയിലെ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാർക്ക് തങ്ങളുടെ പ്രക്ഷേപണ സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് മാറ്റേണ്ടി വന്നു. രാജ്യത്തെ വമ്പൻ നെറ്റ്വർക്കുകളായിട്ടുള്ള ജിയോ സ്റ്റാർ, സീ തുടങ്ങിയവർ പോലും ഇതിനകം തന്നെ തങ്ങളുടെ മുഴുവൻ ഓപ്പറേഷനുകളും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ സ്വന്തം ജിസാറ്റ് സാറ്റലൈറ്റുകളിലേക്കും അമേരിക്കൻ കമ്പനിയായ ഇന്റൽസാറ്റിലേക്കും പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, റിലയൻസിൻ്റെ ഭാഗമായ ജിയോ സ്റ്റാർ നെറ്റ്വർക്ക് തങ്ങളുടെ 130ഓളം ചാനലുകളെ സുഗമമായിട്ട് ഇൻസ്പേസ് അംഗീകാരമുള്ള ജിസാറ്റ് 17, ഇന്റൽസാറ്റ് 20 എന്നീ സാറ്റലൈറ്റുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 1, 2026 ഈ പുതിയ നിയമം ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നത്. അന്ന് മുതൽ ചൈനീസ് ബന്ധമുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ യാതൊരുവിധ വാണിജ്യ സേവനങ്ങളും നൽകാനായിട്ട് കഴിയില്ല. ഇന്ത്യയുടെ ഈ നിർണായക തീരുമാനത്തോട് മാധ്യമ കമ്പനികൾ വളരെ വേഗത്തിലാണ് പ്രതികരിച്ചത് എന്ന് അങ്ങേയറ്റം അഭിമാനകരമാണ്. വിദേശ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് സുരക്ഷാ ഭീഷണിയുള്ള രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയെ എക്കാലവും ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് അവർക്കും ബോധ്യമായിട്ടുണ്ട്. എങ്കിലും ഈ കർശന വിലക്കിൽ ഹോങ്കോങ് കമ്പനിയായ ഏഷ്യാസാറ്റിന് മാത്രം വളരെ ചെറിയൊരു ഇളവ് ഇൻസ്പേസ് നൽകിയിട്ടുണ്ട്. 2026 ജൂൺ 30 വരെ, അതായത് വെറും 3 മാസത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക അനുമതിയാണ് ഇത്. എന്നാൽ ഇത് എല്ലാ ചാനലുകൾക്കും ബാധകമല്ല. അന്താരാഷ്ട്ര TV ചാനലുകൾക്ക് ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാനുള്ള ഡൗൺലിങ്ക് ഓൺലി പെർമിഷനോടെ പ്രവർത്തിക്കാനും ലൈവ് സ്പോർട്സ് പോലെയുള്ള പരിപാടികൾ ഇടക്കാലത്തേക്ക് സംപ്രേഷണം ചെയ്യാനും മാത്രമാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത്. ഏഷ്യാസാറ്റ് നിരന്തരം വാദിക്കുന്നത് തങ്ങളൊരു ചൈനീസ് കമ്പനി അല്ല, മറിച്ച് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നൊക്കെയാണ്. എന്നാൽ അവരിലെ സാമ്പത്തിക നിക്ഷേപം പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഈ കമ്പനിയിൽ അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ കാർലൈൻ ഗ്രൂപ്പിന് 49.50% ചൈനീസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സിറ്റിക് ലിമിറ്റഡിന് 50.50% ഓഹരികളാണ് ഉള്ളത്. ഇരുവർക്കും തുല്യമായ വോട്ടിംഗ് അവകാശവുമുണ്ട്. ഈ ശക്തമായ ചൈനീസ് ബന്ധം തന്നെയാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതും ഇൻസ്പേസ് ഇവരുടെ AS5, AS7 എന്നീ സാറ്റലൈറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കാനായിട്ട് പ്രധാന കാരണമായതും. എന്തുകൊണ്ടാണ് ഈ തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്? പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഡിജിറ്റൽ പരമാധികാരം. ഇന്ത്യ സ്വന്തം ജിസാറ്റ് സാറ്റലൈറ്റുകളിലേക്ക് മാറുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ അതിപ്രധാനമായ വാർത്താവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ തന്നെ ഭദ്രമാകുന്നു. രണ്ടാമതായിട്ട്, സുരക്ഷയും പ്രതിരോധവും, അതായത് നാഷണൽ സെക്യൂരിറ്റി. അതിർത്തിയിലെ പ്രശ്നങ്ങളും ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദേശ സാറ്റലൈറ്റുകളെ ആശ്രയിക്കുന്നത് ശത്രു രാജ്യങ്ങൾക്ക് നമ്മുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്താനോ നമ്മുടെ നെറ്റ്വർക്കുകൾ തടസ്സപ്പെടുത്താനോ ഉള്ള പഴുതുകൾ സൃഷ്ടിച്ചേക്കാം. ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റുകളും വിശ്വസ്തരായ പങ്കാളികളുടെ സംവിധാനങ്ങളും ഉപയോഗിക്കുമ്പോൾ ഈ ഭീഷണി ഇല്ലാതെയാകും.
ഇന്ത്യയുടെ ഈ കടുത്ത തീരുമാനത്തിന് മുമ്പിൽ ഏഷ്യാസാറ്റ് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനകം തന്നെ അവർ ഇന്ത്യൻ സർക്കാരിനും തങ്ങളുടെ പഴയ ഇടപാടുകാരായ ജിയോ സ്റ്റാർ, സീ തുടങ്ങിയ ചാനലുകൾക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. തങ്ങളുമായുള്ള നിലവിലെ കരാറുകൾ ഇന്ത്യൻ കമ്പനികൾ ലംഘിച്ചു എന്നാണ് ഏഷ്യാസാറ്റിൻ്റെ പ്രധാന ആരോപണം. ഏഷ്യാസാറ്റ് ഉന്നയിക്കുന്ന വാദം ഇതാണ്: ചാനലുകളുമായുള്ള ഞങ്ങളുടെ കരാറുകൾ ഇന്ത്യക്ക് മാത്രമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ചാനലുകൾ ലോകത്തെവിടെയെങ്കിലും ഞങ്ങളുടെ ബാൻഡ്വിഡ്ത്ത് ഉപയോഗിക്കാൻ കരാർ പ്രകാരം ബാധ്യസ്ഥരാണ്. കൂടാതെ ഹോങ്കോങ്ങുമായുള്ള ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടികൾ ലംഘിക്കപ്പെട്ടു എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോടുള്ള ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റർമാരുടെ മറുപടി തികച്ചും യുക്തിസഹമാണ്. ഇന്ത്യൻ സർക്കാരും നിയന്ത്രണ ഏജൻസിയായ ഇൻസ്പേസും നിങ്ങൾക്ക് ഇന്ത്യയുടെ ആകാശത്ത് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് തന്നെ റദ്ദാക്കിയ സ്ഥിതിക്ക് ഈ പഴയ കരാറുകൾക്ക് യാതൊരു നിയമസാധുതയും ഇല്ല എന്നവർ തീർത്തു പറയുന്നുണ്ട്. നിയമഭാഷയിൽ ഇതിനെ ഫോഴ്സ് മജ്യൂർ, അതായത് അപ്രതീക്ഷിതവും ഒഴിവാക്കാനാവാത്തതുമായ കാരണങ്ങളാൽ കരാറ് പാലിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ നയങ്ങൾ വിദേശ കമ്പനികളോട് എത്രത്തോളം കർശനമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. കൂട്ടുകാരെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകമെമ്പാടും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരു വലിയ ചേരിതിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ട്രസ്റ്റഡ് സോഴ്സ് ഡോക്ട്രീൻ എന്നാണ് വിളിക്കുന്നത്. അതായത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ലാത്ത, വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതികവിദ്യ മാത്രം സ്വീകരിക്കുക. സുരക്ഷാപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ചൈനീസ് അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും അമേരിക്കൻ സാറ്റലൈറ്റുകളിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം വളരെ യുക്തിസഹവും അനിവാര്യവുമാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമതായിട്ട്, ചൈനയെപ്പോലെ അമേരിക്ക ഇന്ത്യക്ക് ഒരു അതിർത്തി ഭീഷണിയല്ല, മറിച്ച് പ്രതിരോധ മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയാണ്. ക്വാഡ്, ICET തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും സുപ്രധാന വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പങ്കുവയ്ക്കുന്നുണ്ട്. നാസയും ഇസ്രോയും സംയുക്തമായിട്ട് വിക്ഷേപിച്ച സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ദൗത്യം ഈ കൂട്ടായ്മയുടെ മികച്ച ഒരു ഉദാഹരണവുമാണ്. രണ്ടാമതായിട്ട്, മികച്ച രീതിയിലുള്ള സൈബർ സുരക്ഷ, അതായത് ജാമിംഗ്, മറ്റ് സൈബർ ആക്രമണങ്ങൾ എന്നിവ ചെറുക്കുന്നതിന് അമേരിക്കൻ സാറ്റലൈറ്റ് കമ്പനികൾ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റർമാർക്കും നെറ്റ്വർക്കുകൾക്കും അമേരിക്കൻ സംവിധാനങ്ങൾ കുറച്ചും കൂടെ മികച്ച സുരക്ഷയും ഉറപ്പു നൽകുന്നുണ്ട്. സംശയത്തിൻ്റെ നിഴലിലുള്ള ചൈനീസ് സാങ്കേതിക വിദ്യ ഇന്ത്യ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട 5G ഉപകരണങ്ങളുടെ നിരോധനത്തിൻ്റെയും ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് മൊബൈൽ ആപ്പുകൾ നിരോധിച്ചതിൻ്റെയും കൃത്യമായ തുടർച്ചയാണ് ഇത്. ഭൂമിയിലെ സ്മാർട്ട് ഫോണുകളിൽ തുടങ്ങിയ ആ ശുദ്ധീകരണം ഇപ്പോൾ ബഹിരാകാശത്തേക്കും നമ്മുടെ ആകാശ അതിർത്തികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രം. ചുരുക്കത്തിൽ 2026 ഏപ്രിൽ 1 ഇന്ത്യയുടെ ടെലിവിഷൻ പ്രക്ഷേപണ രംഗത്ത് നിന്നും ചൈനീസ് നിയന്ത്രണത്തിലുള്ള കമ്പനികളുടെ വേരുകൾ പൂർണ്ണമായിട്ടും അറുത്തുമാറ്റപ്പെട്ടിരിക്കുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പൗരന്മാരുടെ വിവരങ്ങളുടെ സ്വകാര്യതയ്ക്കും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഇന്ത്യൻ സർക്കാരിൻ്റെ അതിശക്തമായ സന്ദേശമാണ് ഇത്. ഈ സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.